നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ ആൻഡ്രോയിഡ് ഫോൺ വന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാം? ഓക്കെ, അതിന് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഒരു കിഡിലൻ ഒരു പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ പേരാണ് സ്ക്രിപ്പി. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ എളുപ്പമാണ്. മാത്രമല്ല വിൻഡോസും മാക് OSും ലിനക്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനകത്ത് എക്സ്ട്രാ ആയിട്ട് ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് വെറുതെ കുറേ സ്ഥലം കളയേണ്ട കാര്യമില്ലെന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. ഈ ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ചെറിയൊരു സെറ്റിങ്സിനകത്ത് ഒരു മാറ്റം വരുത്തുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, Ctrl+Alt+T പ്രസ് ചെയ്തുകൊണ്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക sudo apt install scrcpy, അല്ലെങ്കിൽ സ്ക്രീൻ കോപ്പി എന്ന് പറയുന്നതായിരിക്കും ഇച്ചിരി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എൻ്റർ കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇനിയും ചെല്ലേണ്ടത് നിങ്ങളുടെ ഫോണിനകത്താണ്. പിന്നെ വേറൊരു കാര്യം, ഇത് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 5 തൊട്ടുള്ള ആൻഡ്രോയിഡ് സിസ്റ്റങ്ങളിലായിരിക്കും ഇത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ആൻഡ്രോയിഡ് 3 or 4 ഒക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ആൻഡ്രോയിഡ് 5 കഴിഞ്ഞിട്ട് വന്ന വേർഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഫോണിലേക്ക് ചെല്ലാം. ഓക്കെ, അപ്പോൾ ഫോണിൽ നിങ്ങൾ നേരെ മുകളിൽ ചെല്ലുക. അവിടെ സെറ്റിങ്സിനകത്ത് എല്ലാം ഉള്ള ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിങ്സ് ചെല്ലുക, എന്നിട്ട് ഏറ്റവും താഴെ വരിക. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഡെവലപ്പർ ഓപ്ഷൻസ് ഇടാനാണ്. ഓക്കെ, സാധാരണ രീതിയിൽ ഈ ഡെവലപ്പർ ഓപ്ഷൻസ് ഇടാനായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാം ഇതെങ്ങനെ ഓൺ ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ എന്നിൽ നിന്നും സെറ്റിങ്സൊക്കെ മാറിയായിരിക്കും കിടക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ എബൌട്ട് ഫോണിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ കുറച്ച് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ഏകദേശം 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് ഓപ്ഷൻ ഓണായി വരുന്നതായിരിക്കും. ഓക്കെ, വന്ന ശേഷം തിരിച്ചു വരിക. അവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് ആദ്യം ചെല്ലുക. ശേഷം ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ചെയ്യുക. ഓക്കെ, ഓൺ ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഒരു വാർണിംഗ് ഒക്കെ വരും, ഓക്കെ കൊടുക്കുക. ശേഷം താഴോട്ട് വരിക. അവിടെ USB ഡിബഗിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. USB ഡിബഗിങ് അത് ഓൺ ചെയ്യാം. ഓക്കെ, അന്നേരം ഒരു കാര്യം വന്ന് ചോദിക്കും, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ശേഷം ഇത്രയുള്ള കാര്യം, നിങ്ങളുടെ ഫോൺ വന്നിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. USB കേബിൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുക. അപ്പം കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇൻഫർമേഷൻ അവിടെ വരും, അത് ഓക്കെ കൊടുക്കുക. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് ചോദിക്കുന്നത്. ശേഷം നേരെ ചെല്ലുക നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത്. അവിടെ ടെർമിനലിനകത്ത് സ്ക്രിപ്പി എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതായത് നമ്മുടെ ഫോൺ വന്നിട്ട് സ്ക്രീൻ ഓണാണ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറും കാണിക്കുന്നുണ്ട്. അപ്പം ഈ രണ്ടും ഇങ്ങനെ ഒരേ സമയം കാണിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ? അപ്പം ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. സ്ക്രിപ്പി എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സ്പേസ് ഇട്ടിട്ട് ---turn -screen -off എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ വന്നിട്ട് ഓഫ് ആവുകയും പകരം ആ ഫോണിനകത്ത് എന്താണോ കാണുന്നത് അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ തെളിയുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ വന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഞാൻ വീണ്ടും വരാം വേറെ വീഡിയോ ആയിട്ട്.